ബോണ്ടി ബീച്ചിൽ നടന്ന കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ഓസ്ട്രേലിയ. വിദ്വേഷ പ്രചാരണം തടയാനായി നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പറഞ്ഞു. വിസ റദ്ദാക്കൽ, വിസ നിഷേധിക്കൽ അടക്കമുള്ള നടപടികളും പരിഗണനയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സംഘടനകളെയും നേതാക്കളെയും നിരീക്ഷിക്കാനും സംവിധാനമുണ്ടാക്കും. കൊല്ലപ്പെട്ട 15 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 10 വയസ്സുകാരി മറ്റിൽഡയുടെ സംസ്കാര ചടങ്ങിൽ ഇന്നലെ ആയിരങ്ങൾ പങ്കെടുത്തു. അതിനിടെ ബോണ്ടി ബീച്ചിലെ കൂട്ടവെടിവെപ്പ് അഭിമാനകരമാണെന്ന് ഭീകര സംഘടനയായ IS പ്രസ്താവിച്ചു. ടെലഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് പരാമർശം. അക്രമിയായ സജിത് അക്രമിനെ കീഴ്പ്പെടുത്താൻ പോലീസിനെ സഹായിച്ചത് ഇന്ത്യൻ വംശജനായ അമൻദീപ് സിംഗ് ബോലെയാണെന്ന് ഓസ്ട്രേലിയൻ മാധ്യമമായ SBS ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പാലത്തിൽ നിന്ന് അക്രമി വെടിവെപ്പ് നടത്തവെ പോലീസ് ഓഫീസറുടെ സഹായത്തോടെയാണ് അമൻദീപ് അക്രമിയെ നിലത്ത് വീഴ്ത്തിയത്. തുടർന്ന് പോലീസ് സജിദിനെ വെടിവെച്ചു കൊന്നു. അതിനിടെ തീവ്രവാദികളുടെ വെടിവെപ്പിന് പിന്നാലെ 4 ദിവസത്തിന് ശേഷം ബോണ്ടി ബീച്ചിലേക്ക് കുതിച്ചുപാഞ്ഞ കാറുകൾ പോലീസ് തടഞ്ഞു. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് സംശയാസ്പദമായ രീതിയിൽ പോവുകയായിരുന്ന 2 കാറുകൾ തടഞ്ഞത്. ഇതിൽ നിർത്താതെ പോയ ഒരു കാറിനെ പോലീസ് വാഹനം ഉപയോഗിച്ച് ഇടിച്ചിടുകയായിരുന്നു. ബോണ്ടി ബീച്ചിലെ അക്രമത്തിന് 4 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം. കാറിൽ യാത്ര ചെയ്തത് തീവ്രവാദികളായിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും 7 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ വ്യക്തിവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. സിഡ്നി നഗരത്തിനടുത്തുള്ള ലിവർപൂളിലാണ് സംഭവം. സിഡ്നിയിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ലിവർപൂളിലെ ജോർജ് സ്ട്രീറ്റിലാണ് പോലീസ് ഓപ്പറേഷൻ നടന്നത്. അക്രമപ്രവർത്തനം ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് 2 കാറുകൾ തടഞ്ഞു. നിലവിൽ ബോണ്ടി ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധം കണ്ടെത്തിയിട്ടില്ല എന്ന് NSW പോലീസ് അറിയിച്ചു.